ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് ഏറെക്കുറെ പൂർത്തിയായി വരുന്നു. 5 മണിവരെ 57.70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. തത്സമയ വിവരങ്ങളുമായി സ്വാതിയുണ്ട്. സ്വാതി, വോട്ടെടുപ്പ് പൂർണ്ണമായും പൂർത്തിയായോ? 6ാം ഘട്ട വോട്ടെടുപ്പ് 5 മണിവരെയുള്ള കണക്കുകൾ അനുസരിച്ചാണ് 57.70% രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അക്രമ സംഭവങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, സ്വാതി? ബിനു, 6ാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ, ഏറ്റവും അവസാനത്തെ കണക്കുകൾ പറയുമ്പോൾ 58.82% മൊത്തം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ സംസ്ഥാനങ്ങളുടെയും പോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് ആദ്യഘട്ടങ്ങളിലൊക്കെ പോലെ തന്നെ പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത്. 78.19% പശ്ചിമ ബംഗാളിലെ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ജമ്മു കശ്മീരിലാണ്. ജമ്മു കശ്മീരിൽ 51.41% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ കൃത്യമായും പോളിംഗ് ആരംഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഭേദപ്പെട്ട പോളിംഗ് എന്ന് പറയാമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം വളരെ മന്ദഗതിയിലായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത്. രാവിലെ വരെ ഒഡീഷയായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കണക്കുകളിൽ വ്യത്യാസം വരുന്നത്. ജമ്മു ആൻഡ് കശ്മീരിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 51.41% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഈ 6ാം ഘട്ടത്തിൽ 58 മണ്ഡലങ്ങളാണ് ജനവിധി തേടിയത്. അതായത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും 6 സംസ്ഥാനങ്ങളും ഉൾപ്പെടെ 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ഈ വോട്ടെടുപ്പിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ബീഹാറിൽ 52.80% പോളിംഗ്, ഹരിയാനയിൽ 58.06% പോളിംഗ്, ജാർഖണ്ഡിൽ 62.13% പോളിംഗ്, ദില്ലിയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ ചെറിയൊരു ഇടിവുണ്ടായിട്ടുണ്ട്. 54.32% പോളിംഗ് ആണ് ദില്ലിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒഡീഷയിൽ 59.72% പോളിംഗ് ആണ്. ഉത്തർപ്രദേശിൽ 54.02%. നേരത്തെ സൂചിപ്പിച്ച പോലെ പശ്ചിമ ബംഗാളിൽ 78.19% പോളിംഗ്. ഇതാണ് സംസ്ഥാനങ്ങളുടെ മൊത്തം പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കനത്ത ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് രാവിലെ വലിയ തരത്തിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക്, പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരുടെ ഒരു വലിയ നിര ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനവും വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയൊരു കുറവുണ്ടായിട്ടുണ്ട്. ദില്ലിയെ സംബന്ധിച്ച് ഈ 6ാം ഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ടെടുപ്പ് ഘട്ടം തന്നെയായിരുന്നു. ദില്ലിയും ഹരിയാനയും ഒക്കെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച മണ്ഡലങ്ങൾ കൂടിയായിരുന്നു ഈ ഘട്ടത്തിൽ. ദില്ലിയെ സംബന്ധിച്ച് വലിയ തരത്തിൽ ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷയുള്ള കേന്ദ്രം കൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 7 സീറ്റിലും BJPക്ക് വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇപ്രാവശ്യം അത് അത്തരത്തിൽ ഒന്നും നേട്ടത്തിലേക്ക് BJPക്ക് എത്താൻ കഴിയില്ല എന്ന് ആണ് ആം ആദ്മി പാർട്ടി അടക്കം പറയുന്നത്. കാരണം 7 സീറ്റിലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJPക്ക് അതത്ര എളുപ്പമാകില്ല വിജയം എന്ന് പറയുന്നത്. കനത്ത വെല്ലുവിളിയും കനത്ത പോരാട്ടം തന്നെയാണ് ദില്ലിയെ സംബന്ധിച്ച് നടന്നിട്ടുള്ളത്. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിന് പിന്നാലെ വലിയ ആശങ്ക BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നു എന്നുള്ളതും വസ്തുതയാണ്. കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെയും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് നേരിട്ടിരുന്നു. നമുക്കറിയാം, വലിയ വർഗീയ വിദ്വേഷ പരാമർശങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാമക്ഷേത്രം അടക്കം പ്രചരണ വിഷയമായി ഉയർത്തിക്കാണിച്ചെങ്കിലും വോട്ടെടുപ്പ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് സ്വാതി നൽകിയത്.